അപ്പം ഞാൻ പടവലങ്ങ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 4 പച്ചമുളക്, കറിവേപ്പില, കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഇട്ട് വഴറ്റിയെടുത്ത് തീയലുണ്ടാക്കാം. അപ്പോൾ ചട്ടി വെച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് കടുക് പൊട്ടുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കറിവേപ്പിലയും പച്ചമുളകും ഇട്ട് ഫസ്റ്റ് ഒന്ന് ഇതാക്കിയിട്ട് കൊച്ചുള്ളി ഇട്ട് വഴറ്റാം. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് കറിവേപ്പിലയും പച്ചമുളകും ഇടാം. കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം. കൊച്ചുള്ളി ഒന്ന് വാടി തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് പടവലങ്ങ ഇട്ട് കൊടുക്കാം. കൊച്ചുള്ളി ഒന്ന് വാടി തുടങ്ങിയിട്ടാണ്, ഒരുപാട് വാടിയിട്ടില്ല, എന്നാലും ഒരു പച്ചമണം മാറിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ച പടവലങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ പടവലങ്ങയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. പടവലങ്ങയുടെയും കൂടി പച്ചമണം മാറിയിട്ട് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. അപ്പം വഴണ്ടി വന്നതിൽ ഞാൻ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പച്ചമണം മാറിയിട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അടച്ചു വെക്കാം. കറി തിളയ്ക്കുന്ന സമയത്തേക്ക് ഞാൻ തേങ്ങ വറുത്തെടുത്തിട്ടുണ്ട്. പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് തീയലിനകത്ത് ഒഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തീയൽ വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. നന്നായിട്ട് തിളക്കട്ടെ. എന്നിട്ട് അപ്പോഴത്തേക്ക് അരപ്പ് റെഡിയാക്കാം. തേങ്ങ വറുത്തത് അരച്ചെടുത്തിട്ടുണ്ട്, നല്ല പൊടിയായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിന് അതൊക്കെ ചേർക്കാം. അപ്പം പുളിവെള്ളവും തേങ്ങ വറുത്ത് അരച്ചതുമൊക്കെ ചേർത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റിലുള്ള പടവലങ്ങ തീയൽ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് കുറുകുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. തീയൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീയൽ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നല്ല തീയൽ റെഡി ആയിട്ടുണ്ട്.